Welcome to the heritage town of Badami. Hi guys, നമ്മളിപ്പോൾ ഉള്ളത് ബാദാമി കേവ്സിലാണ്. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നോർത്ത് കർണാടകയിലെ ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ടൗണായ ബാദാമിയിലാണ്. ഇവിടെയാണ് ചാലുക്യ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചറുള്ള ബാദാമി കേവ്സ് ഉള്ളത്. ഈ സ്ഥലം ഹംപിയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ദൂരത്തിലാണ്. ക്യാബിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്കൂറോളം എടുക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോസും കൂടെ കാണാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകൾക്ക് സമാനമാണ് ഇവിടുത്തെ ഈ ഗുഹകൾ. നമ്മൾക്ക് കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടുന്ന് 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്സ് കൂടെയാണ് കേവ് ടെമ്പിൾസ് കാണാൻ വേണ്ടി പോകേണ്ടത്. ഇവിടെ 4 ലെവൽസിലായിട്ടാണ് കേവ്സ് കാണാനുള്ളത്. അതിൽ ഓരോ കേവ്സിനും ഓരോ പ്രത്യേകതയാണുള്ളത്. ആദ്യത്തെ കേവ് ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഒരു ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് നമ്മൾ ഈ കാണുന്ന 18 കൈയുള്ള ശിവഭഗവാന്റെ നടരാജ ശില്പം. ഗുഹയിലേക്ക് കയറി നമ്മൾ ലെഫ്റ്റിൽ കാണുന്നത് ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും ഇടത്തു വലത്തുമായി നിൽക്കുന്ന ഹരിഹര ശില്പമാണ്. ഈ ശിവ ടെമ്പിൾ കെട്ടിയത് ചാലുക്യ രാജാവായ പുലികേശി ഒന്നാമൻ്റെ സമയത്താണ്. ഈ ഗുഹകളുടെ സീലിങ്ങിലും നമുക്ക് പല കൊത്തുപണികളും കാണാം. നമ്മൾ ഈ കണ്ടതൊക്കെയാണ് കേവ് 1ലെ കാഴ്ചകൾ. നമുക്കിനി കേവ് 2ലേക്ക് പോവാം. ഹലോ. ഈ കാണുന്ന സ്റ്റെപ്സുകൾ കയറിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ കേവിലേക്ക് പോകേണ്ടത്. ഏകദേശം 1500 വർഷത്തോളം പഴക്കമുള്ള അമ്പലങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് പറയപ്പെടുന്നു. നമ്മുടെ ഡ്രൈവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കുരങ്ങന്മാർ ഭയങ്കര അപകടകാരികളാണ്, അതുകൊണ്ട് മാക്സിമം ബാഗും ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യുമ്പോൾ മൊബൈലും ക്യാമറാസും നല്ല സേഫായി വെച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കേവ് ടെമ്പിളിലെത്തി. ഇത് വിഷ്ണു ഭഗവാന് സമർപ്പിച്ച ക്ഷേത്രമാണ്. നമ്മൾ ആദ്യം കണ്ട കേവ് ടെമ്പിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ചെറുതാണ്. ഈ ഗുഹയിലെ പ്രധാന ശില്പങ്ങളെന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ത്രിവിക്രമ രൂപവും ഭൂമിദേവിയെ രക്ഷിക്കുന്ന വരാഹരൂപവും. നമ്മൾ ഈ കാണുന്ന പോലെ വരാഹത്തിൻ്റെ പാദങ്ങളുടെ അടുത്തുള്ള ഈ നാഗം വിഷ്ണുവിൻ്റെ പരിചാരകനായ ശേഷനാഗമാണ്. ഈ അമ്പലങ്ങളുടെ ചുമരുകളിൽ മാത്രമല്ല ഇവിടുത്തെ മേൽക്കൂരകളിലും നമുക്ക് പല കൊത്തുപണികളും കാണാൻ പറ്റും. അതിലൊന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലത്തെ അനന്തമായ ഭ്രമണപഥം.
രണ്ടാമത്തെ ഗുഹയിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഗുഹയിലേക്കുള്ള സ്റ്റെപ്സ് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഫോമായ ചില ഗുഹകളുണ്ട്. അവിടെ അമ്പലങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഫോമായിരിക്കുന്ന ഗുഹകൾ മാത്രമാണ്. ഈ കാണുന്ന കോട്ടവാതിൽ പോലത്തെ കവാടം കയറിയാണ് നമുക്ക് മൂന്നാമത്തെ കേവ്സിലേക്ക് എത്തേണ്ടത്. നമ്മൾ ഇത് കൂടെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ കേവാണിത്. ചാലൂക്യ രാജവംശത്തിലെ മൂന്നാമത്തെ രാജാവായ മംഗളേശനാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയത്. ഇതും ഒരു മഹാവിഷ്ണു ക്ഷേത്രം തന്നെയാണ്. എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അതാണ് അവിടുത്തെ ഓരോ പാറകൾ. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ക്ഷേത്രത്തിലും ഉള്ള പോലെ തന്നെ ഇവിടെയും ഇഷ്ടംപോലെ കൊത്തുപണികളുണ്ട്. ശേഷനാഗത്തിൻ്റെ ചുരുളുകളിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ രൂപമാണ് നമ്മളീ കാണുന്നത്. നമ്മൾ രണ്ടാമത്തെ ഗുഹയിൽ കണ്ട പോലെ തന്നെ വരാഹരൂപവും ഈ വിഷ്ണു രൂപത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഭയങ്കര അത്ഭുതമാണ്. ഇവർ ഈ കല്ലുകളിങ്ങനെ നിൽക്കുന്നതും അതിൽ ഇവർ കൊത്തിയെടുത്തിരിക്കുന്നതും ഇത് ചാലൂക്യ രാജവംശത്തിൻ്റെ അവസാനത്തെ കേവ് ആർക്കിടെക്ചർ എന്നാണ് ഒരു ഗൈഡ് പറയുന്നുണ്ടായിരുന്നത്. നമ്മൾ മുകളിലേക്ക് മലയിലേക്ക് നോക്കുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് അത് നിൽക്കുന്നത്. ആ കാഴ്ച തന്നെ നല്ല അത്ഭുതമായിട്ടുണ്ട്. ഈ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ നാലാമത്തേതും അവസാനത്തേതുമായ കേവ് ടെമ്പിൾ കാണാൻ പറ്റുന്നത്. ഇത് മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാവുന്നത് ഇതൊരു ജൈന ക്ഷേത്രമാണ്. നമ്മളിവിടെ കാണുന്നത് പോലെ ലോർഡ് മഹാവീരനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ചാലൂക്യ രാജാക്കന്മാർ വൈഷ്ണവരായിരുന്നെങ്കിലും അവരുടെ പ്രജകളിൽ പലരും ജൈനരായിരുന്നു. ഈ രാജാക്കന്മാരുടെ മതസഹിഷ്ണുതയെ കാണിക്കുന്നതാണ്
ഇവിടുത്തെ ജൈനക്ഷേത്രം. മൂന്നാമത്തെ ഗുഹയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കണ്ട അഗസ്ത്യ തടാകത്തിൻ്റെ ഒരു അടിപൊളി അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണണം അല്ലെങ്കിൽ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 4ാമത്തെ കേവ് ടെമ്പിളിൻ്റെ അവിടുന്ന് അത് പറ്റും. ബാദാമിയിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഹാപ്പി എക്സ്പ്ലോറിംഗ്.